Money Box. Be financially disciplined. ഹലോ എവരിവൺ, നമ്മുടെ സേവിങ്സ് ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ മതിയോ? അതിന്റെ റിട്ടേൺസ് നമ്മളുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ച് ഉണ്ടോ എന്നും കൂടി ചെക്ക് ചെയ്യണ്ടേ? ഇൻവെസ്റ്റ്മെന്റ് റിട്ടേൺസ് ഡെയിലി നോക്കുന്നത് അല്ലെങ്കിൽ ചെക്ക് ചെയ്യുന്നത് മീനിങ്ലെസ് ആണ്. എന്നിരുന്നാലും നമ്മളുടെയൊക്കെ ഇൻവെസ്റ്റ്മെന്റിന്റെ പെർഫോമൻസ് പീരിയോഡിക്കലായി ചെക്ക് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യണം. റിട്ടേൺസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. റിട്ടേൺസിന്റെ കാൽക്കുലേഷനെ കുറിച്ച് നല്ലൊരു ധാരണ ഇല്ല എങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും കബളിപ്പിക്കപ്പെടാം. ഇതെല്ലാം നമ്പേഴ്സ് കൊണ്ടുള്ള ഒരു കളിയാണ്. സോ നമുക്ക് നോക്കാം നമ്മുടെയൊക്കെ ഇൻവെസ്റ്റ്മെന്റ് റിട്ടേൺസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളത്. എല്ലാവർക്കും ഇന്നത്തെ സെഗ്മെന്റിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മനസ്സിലാക്കാം സിമ്പിൾ റിട്ടേൺ, കോമ്പൗണ്ടഡ് റിട്ടേൺ, അബ്സല്യൂട്ട് റിട്ടേൺ, ടോട്ടൽ റിട്ടേൺ, ആനുവലൈസ്ഡ് റിട്ടേൺ, അതുപോലെ തന്നെ ഫ്യൂച്ചർ വാല്യൂ, പ്രസന്റ് വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം, CAGR, IRR. ഇതിൽ പല ടേംസും സെയിം തന്നെയാണ്. എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം നമുക്ക് നോക്കാം അബ്സല്യൂട്ട് റിട്ടേൺ. ഇത് വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടേം അല്ലത്. അബ്സല്യൂട്ട് റിട്ടേൺ വളരെ സിമ്പിൾ ആണ്. സേ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓവർ എ പീരീഡ് കൊണ്ട് ഇൻ പെർസെന്റേജ് ടേംസ് എത്ര റിട്ടേൺ ജനറേറ്റ് ചെയ്തു എന്നാണ് അബ്സല്യൂട്ട് റിട്ടേൺ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണമായിട്ട് നമ്മൾ 1 lakh rupees ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റ് അസറ്റ് ക്ലാസ്സിൽ ഇൻസ്ട്രുമെന്റിൽ ഇൻവെസ്റ്റ് ചെയ്തെന്നിരിക്കുക. അത് 3 വർഷം കഴിഞ്ഞോ അല്ലെങ്കിൽ 5 വർഷം കഴിഞ്ഞോ 10 വർഷം കഴിഞ്ഞോ അത് 1 ലക്ഷം എന്നുള്ളത് 1.5 ലക്ഷം രൂപയായി. സോ 50,000 രൂപയാണ് നമ്മളുടെ നെറ്റ് പ്രോഫിറ്റ് അല്ലെ. അതിനാണ് അബ്സല്യൂട്ട് ഗെയിൻ എന്ന് പറയുന്നത്. അത് തന്നെ പേഴ്സൻറ്റേജ് ടേംസിൽ എക്സ്പ്രസ് ചെയ്യുന്നതാണ് അബ്സല്യൂട്ട് റിട്ടേൺ. അഥവാ ഇവിടെ 50% കയറി 1 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപയായി. അപ്പൊ 50% ആണ് ഇവിടുത്തെ റിട്ടേൺ എന്ന് പറയുന്നത്. സോ ഇതാണ് അബ്സല്യൂട്ട് റിട്ടേൺ, അല്ലെങ്കിൽ ഒരു പോയിന്റ് ടു പോയിന്റ് റിട്ടേൺ. ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് എത്രയാണോ, ടോട്ടൽ ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ അല്ലെങ്കിൽ അതിന്റെ പെർഫോമൻസ് എത്രയാണോ അതാണ് അബ്സല്യൂട്ട് റിട്ടേൺ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് തന്നെയാണ് ടോട്ടൽ റിട്ടേണും. അബ്സല്യൂട്ട് റിട്ടേൺ എന്നുള്ളത് അത് നെഗറ്റീവോ പോസിറ്റീവോ ആവാം. 1 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപ ആവുന്ന സാഹചര്യത്തിൽ 50% അതിന്റെ റിട്ടേൺ. അത് അബ്സല്യൂട്ട് റിട്ടേൺ ആണ്, പോസിറ്റീവ് ഗെയിൻ ആണ്, അല്ലെങ്കിൽ അബ്സല്യൂട്ട് ഗെയിൻ ആണ് 50,000 രൂപ. ഇത് തന്നെ 1 ലക്ഷം രൂപ 90,000 ആയാൽ 10,000 രൂപ ലോസ് ആണ്, അത് അബ്സല്യൂട്ട് ലോസുമാണ്. നൗ ആനുവലൈസ്ഡ് റിട്ടേൺ. ഇത് അബ്സല്യൂട്ട് റിട്ടേൺ അല്ലെങ്കിൽ ടോട്ടൽ റിട്ടേൺ പോലെ അത്ര എളുപ്പമല്ല കാൽക്കുലേഷൻ, എന്നാൽ സിമ്പിൾ ആണ്. ആനുവലൈസ്ഡ് റിട്ടേൺ നമ്മൾ മനസ്സിലാക്കേണ്ട മെയിൻ പോയിന്റ്, ഇവിടെ എവറി ഇയർ കോമ്പൗണ്ടിങ് നടക്കുന്നു എന്ന് ബൈ ഡിഫോൾട്ട് അസ്യൂം ചെയ്തിരിക്കുന്നു. അഥവാ കൂട്ടുപലിശ കണക്കിലാണ് ഇതിന്റെ റിട്ടേൺ വരുന്നത്. ഒരു ചെറിയ വർക്കിംഗ് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം സിമ്പിൾ റിട്ടേണും കോമ്പൗണ്ടഡ് റിട്ടേണും എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് നോക്കാം. ആദ്യം നമുക്ക് സിമ്പിൾ റിട്ടേണിന്റെ കാൽക്കുലേഷൻ നോക്കാം. സേ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് 1 lakh rupees ആണെന്ന് വിചാരിക്കുക. അതിന്റെ സിമ്പിൾ റിട്ടേൺ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 6% ആണ്. അറ്റ് ദ റേറ്റ് ഓഫ് 6% ആണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. പീരീഡ് എന്ന് പറയുന്നത് 5 വർഷമാണോ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം 1 വർഷം 1 ലക്ഷം രൂപയ്ക്ക് 6,000 രൂപ അല്ലെ ഇൻട്രസ്റ്റ്, സിമ്പിൾ റിട്ടേൺ. ഇത് 5 വർഷം ആകുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും 6,000 × 5 30,000 രൂപ. 10 വർഷം ആകുമ്പോൾ 6,000 × 10 60,000. ഇവിടെ കോമ്പൗണ്ട് ചെയ്യുന്നില്ല. ഇങ്ങനെയാണ് സിമ്പിൾ റിട്ടേണിന്റെ കാൽക്കുലേഷൻ. ഇനി നമുക്ക് കോമ്പൗണ്ടഡ് റിട്ടേൺ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു നോക്കാം. ഇതേ എക്സാമ്പിൾ തന്നെ 1 ലക്ഷം രൂപ ഇൻട്രസ്റ്റ് അല്ലെ റിട്ടേൺ, ആനുവൽ റിട്ടേൺ എന്ന് പറയുന്നത് 6%, പീരീഡ് 5 years. അങ്ങനെയാണ് എങ്കിൽ ഇയർ 1 ഓപ്പണിംഗ് വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് 1 lakh, ഇൻട്രസ്റ്റ് 6,000 അറ്റ് ദ റേറ്റ് ഓഫ് 6%, എൻഡിങ് വാല്യൂ 1 വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ 12 മാസം കഴിയുമ്പോൾ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1,06,000. രണ്ടാമത്തെ വർഷം മുന്നേ നമ്മൾ കണ്ടു സിമ്പിൾ ഇൻട്രസ്റ്റ് അല്ലെ റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യുന്ന എവറി ഇയർ എത്രയാണോ ഇൻട്രസ്റ്റ് അല്ലെ റേറ്റ് ഓഫ് റിട്ടേൺ അത് തന്നെ ആയിരിക്കും, ഫിക്സഡ് ആയിരിക്കും. കോമ്പൗണ്ടിങ്ങില് എവറി ഇയർ അടുത്ത ഓപ്പണിംഗ് ബാലൻസ്, നെക്സ്റ്റ് ഇയറിലെ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത് അതിന്റെ മുന്നത്തെ വർഷത്തെ ക്ലോസിംഗ് ബാലൻസ് ആയിരിക്കും. അഥവാ നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് അവിടെ ഫിക്സഡ് ആയിട്ട് നിൽക്കുന്നില്ല. ഇതാണ് കോമ്പൗണ്ടിങ്ങിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇവിടെ 1,06,000 അതിന്റെയാണ് വീണ്ടും 6% വെച്ച് കോമ്പൗണ്ട് ചെയ്യുന്നത്. അങ്ങനെ 6,360 ആയി ഇൻട്രസ്റ്റ് സെക്കൻഡ് ഇയറിൽ. ഇങ്ങനെ 5 വർഷം ആകുമ്പോൾ 1,33,823 രൂപ ആയി ഈ 1 lakhന്റെ ഇൻവെസ്റ്റ്മെന്റ്. ഇവിടെയാണ് സിമ്പിളും കോമ്പൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്. സിമ്പിൾ
ആണ് ഇൻട്രസ്റ്റ് ആണെങ്കിൽ 1,30,000. ആ സമയത്ത് 5 വർഷം കൊണ്ട് ഏതാണ്ട് 10% മേളിൽ അല്ലെങ്കിൽ 3,823 രൂപയോളം കൂടുതൽ കിട്ടി ഇൻട്രസ്റ്റ്. ഇങ്ങനെയാണ് കോമ്പൗണ്ടിങ് വർക്ക് ചെയ്യുന്നത്. നൗ ഈ കോമ്പൗണ്ടിങ് ഇങ്ങനെ മാനുവൽ ആയിട്ട് എക്സൽ ഷീറ്റിൽ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സിമ്പിൾ ഫോർമുല അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ 1,33,823 എന്ന് പറഞ്ഞാൽ 5 വർഷം കഴിഞ്ഞ് നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് ഗ്രോ ചെയ്യുന്നതാണ് കാണിക്കുന്നത് അല്ലെ. സോ അതാണ് നമ്മളുടെ ഫ്യൂച്ചർ വാല്യൂ, ഭാവിയിൽ കിട്ടാൻ പോകുന്നത്. എത്ര വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ എത്ര റേറ്റ് ഓഫ് റിട്ടേൺ ഉണ്ട്. സോ അതിനെ നമുക്ക് ഫ്യൂച്ചർ വാല്യൂ കണ്ടാൽ മതി. അതിന്റെ ഫോർമുല പ്രസന്റ് വാല്യൂ അഥവാ നമ്മളുടെ ഇനിഷ്യൽ എമൗണ്ട്, ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് ഇൻടു 1+R. R എന്ന് പറയുന്നത് റേറ്റ് ഓഫ് റിട്ടേൺ. ഓൾ റേസ് ടു N. N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇയേഴ്സ്. അതിന്റെ ഫോർമുല ഇവിടെ കാണാം. ഇനി പ്രസന്റ് വാല്യൂ എന്ന് പറയുന്നത് അതിന്റെ വാല്യൂ ഇൻപുട്ട് ചെയ്തു 1 lakh ഇൻടു 1+R. R എന്ന് പറയുന്നത് 6% ടു ദ പവർ ഓഫ് 5 ഇയേഴ്സ്. നമുക്ക് കിട്ടി 1,33,823. മുമ്പേ നമ്മൾ മാനുവൽ ആയിട്ട് കണ്ട അതേ ഫിഗർ തന്നെ കിട്ടി. സോ ഇങ്ങനെയാണ് ഇതെല്ലാം എവറി ഇയർ കോമ്പൗണ്ട് ചെയ്തു വരുന്ന കണക്കിലാണ് ഇത് അസ്യൂം ചെയ്തിരിക്കുന്നത്. ഇവിടെ തന്നെ നമുക്ക് അറ്റ് റേറ്റ് ഓഫ് 12% നോക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ഫോർമുലയിൽ 1 lakh ഇൻടു 1+12% റേറ്റ് ഓഫ് റിട്ടേൺ ആ ഇൻപുട്ട് ചെയ്താൽ മതി. ആൻഡ് പീരീഡ് 5 ഇയർ അല്ലെങ്കിൽ 10 ഇയർ. ഇതിപ്പോ ഇവിടെ തന്നെ 10 ഇയർ ആണ് കൊടുക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും 3,10,585 രൂപയായി 10 വർഷം കഴിഞ്ഞ്. ഇത് തന്നെ 5 വർഷം കഴിഞ്ഞാണെങ്കിൽ 1,76,234. ഇനി നമുക്ക് പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ, അതായത് എനിക്കൊരു 10 വർഷം കഴിഞ്ഞ് എനിക്കൊരു നീഡ് ഉണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു ടാർഗറ്റ് ഉണ്ട്, എനിക്ക് 1 കോടി രൂപ വേണം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എത്ര ഇൻവെസ്റ്റ് ചെയ്യണം ഒരു നിശ്ചിത ഇൻട്രസ്റ്റ് റേറ്റിൽ? അത് വെച്ചോളം നമ്മൾക്ക് പ്രസന്റ് വാല്യൂ ഇപ്പോൾ എത്ര ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് കണ്ടുപിടിക്കാം. അതിനാണ് പ്രസന്റ് വാല്യൂ അല്ലെങ്കിൽ ആ ഫോർമുല അപ്ലൈ ചെയ്യുന്നത്. ഈ ഫ്യൂച്ചർ വാല്യൂവിന്റെ തന്നെ ഇത് റിവേഴ്സ് ചെയ്താൽ മതി. ഈ ഫോർമുല നമുക്ക് കാണാം. ഫ്യൂച്ചർ വാല്യൂ എന്ന് പറയുന്നത് പ്രസന്റ് വാല്യൂ ഇൻറ്റു 1+R ഓൾ റേസ് ടു N ആണ് അല്ലെ. അവിടെ പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കാനാണെങ്കിൽ ഫ്യൂച്ചർ ഇത് ഓപ്പോസിറ്റ് ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഡിവൈഡഡ് ബൈ 1+R ഓൾ റേസ് ടു N വരും. അത്ര മാത്രമേ ഉള്ളൂ. ബാക്കി ഡേറ്റ എല്ലാം അല്ലെങ്കിൽ ഫീൽഡ് എല്ലാം ഇൻപുട്ട് ചെയ്യുന്നത് സെയിം തന്നെയാണ്. സോ ഇവിടെ പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ മുമ്പത്തെ എക്സാമ്പിൾ തന്നെ 1 lakh എന്ന് പറയുന്നത് 1,33,820. അതാണ് നമ്മളുടെ എൻഡ് വാല്യൂ അല്ലെ. അതാണ് ഫ്യൂച്ചർ വാല്യൂ. സോ ഫ്യൂച്ചർ വാല്യൂ ഡിവൈഡ് ബൈ 1+6% പവർ ഓഫ് 5. അപ്പോൾ നമ്മളുടെ പ്രസന്റ് വാല്യൂ അഥവാ ഈ 1 lakh ഇട്ടാലാണ് 5 വർഷം കഴിയുമ്പോൾ 1,33,823 രൂപ കിട്ടി എന്ന് പറയുന്നത്. നോ ഇനിയിപ്പം മുമ്പേ പറഞ്ഞ പോലെ എനിക്കൊരു 1 crore ആവശ്യമുണ്ട്, 1 കോടി രൂപ. 12% റിട്ടേൺ. മ്യൂച്വൽ ഫണ്ട് റിട്ടേൺ ആണ് ഇവിടെ എടുക്കുന്നത്. അടുത്ത ഒരു 10 വർഷം ഈസി ആയിട്ട് 12% ആനുവലൈസ്ഡ് റിട്ടേൺ മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. സോ എനിക്ക് 10 വർഷം കഴിഞ്ഞ് 1 കോടി രൂപയുടെ ആവശ്യമുണ്ട് എങ്കിൽ ഇപ്പോൾ ഞാൻ എത്ര ഇൻവെസ്റ്റ് ചെയ്യണം? അതിന് കണ്ടുപിടിക്കാനായിട്ട് ഈ ഫോർമുലയിൽ തന്നെ നമ്മളുടെ ഫ്യൂച്ചർ വാല്യൂ എത്രയാണ്? 1 crore ആണ്. 1 crore ഡിവൈഡ് ബൈ 1+12%. ഞാൻ അസ്യൂം ചെയ്യുന്നത് എനിക്ക് 12% കോമ്പൗണ്ടഡ് ആനുവലൈസ്ഡ് റിട്ടേൺ കിട്ടുമെന്നാണ്. അത് ഓവർ എ പീരീഡ് ഓഫ് 10 years. 32,19,732 രൂപ ഇപ്പോൾ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 10 വർഷം കഴിഞ്ഞ് 12% ആനുവലൈസ്ഡ് റിട്ടേൺ എങ്കിൽ എനിക്ക് എന്റെ ടാർഗറ്റ് ആയ 1 crore rupees തീർച്ചയായിട്ടും എത്തിയിരിക്കും. ഇത് തന്നെ നമുക്കൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. ഈ 32,19,000 ഇട്ടാലാണ് 1 കോടി കിട്ടുന്നത് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഫ്യൂച്ചർ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ഈ പ്രസന്റ് വാല്യൂ ഒന്ന് ഇട്ട് നോക്കിയാൽ എങ്ങനെ ഇരിക്കും? ഈക്വൽ പ്രസന്റ് വാല്യൂ 32,19,732 ഇൻറ്റു 1+12% ഓൾ റേസ് ടു 10. ഇതാ കിട്ടി നമുക്ക് 99,99,999. ഇതിന്റെ ഫോർമുല സെയിം ആണ്. ഈ കാണുന്ന പ്രസന്റ് വാല്യൂ 32 lakhs ഉണ്ട് ഇൻറ്റു 1+ റേറ്റ് ഓഫ് റിട്ടേൺ 12% ഓൾ റേസ് ടു നമ്പർ ഓഫ് ഇയേഴ്സ് 10 years.
സോ ഇതാണ് ഫ്യൂച്ചർ വാല്യൂ പ്രസന്റ് വാല്യൂ. ഇതുപോലെ നമുക്ക് മാനുവൽ ആയിട്ട് കണ്ടുപിടിക്കേണ്ട, മുന്നേ നമ്മൾ കോമ്പൗണ്ടഡ് റിട്ടേൺ കണ്ടുപിടിച്ച പോലെ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് സയന്റിഫിക് കാൽക്കുലേറ്ററിലോ അല്ലെങ്കിൽ എക്സലിലോ ഈസി ആയിട്ട് 10 സെക്കൻഡ് കൊണ്ട് തന്നെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധ്യമാവും. സോ ആനുവലൈസ്ഡ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ ബൈ ഡിഫോൾട്ട് അത് മീൻ ചെയ്യുന്നത് കോമ്പൗണ്ടഡ് റിട്ടേൺ ആണ്. അല്ലെങ്കിൽ എവറി ഇയർ അത് കോമ്പൗണ്ടിങ് കൂട്ടുപലിശ കണക്കിലാണ് അതിന്റെ കാൽക്കുലേഷൻ വരുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ റിട്ടേൺസ് പേഴ്സൻറ്റേജ് ടേംസിൽ എത്ര എന്ന് എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നോക്കാം. ഇതിൽ നമ്മൾ CAGR എന്താണ്, IRR എന്താണ് എന്ന് മനസ്സിലാക്കണം. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. നിങ്ങൾ ഏത് മ്യൂച്വൽ ഫണ്ട് കമ്പനിയുടെയും ഏത് സ്കീമിന്റെയും ഫാക്ട് ഷീറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ CAGR റിട്ടേണും IRR റിട്ടേണുമാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. CAGR എന്നാൽ കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ്, IRR എന്നാൽ ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ. ഇത് രണ്ടും കോമ്പൗണ്ടഡ് ആനുവലൈസ്ഡ് റിട്ടേൺ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്നാൽ ഇത് രണ്ടും അപ്ലൈ ചെയ്യുന്നത് ഡിഫറെന്റ് സിനാരിയോസിലാണ്. നമ്മളൊരു സിംഗിൾ ഇൻവെസ്റ്റ്മെന്റ് ആണ് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ റിട്ടേൺസ് ഓവർ എ പീരീഡ് കൊണ്ട് എത്രയാണ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാനാണ് CAGR എന്ന ഫോർമുല ഉപയോഗിക്കുന്നത്. മനസ്സിലാക്കണം, ഇത് സിംഗിൾ ഇൻവെസ്റ്റ്മെന്റ് ഓവർ എ പീരീഡ് കൊണ്ടുള്ള റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടാണ്. CAGR എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, IRR എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ള ഇലിസ്ട്രേഷനിലേക്ക് നമുക്ക് പോകാം. CAGR കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ള ഫോർമുല എൻഡിങ് വാല്യൂ ഡിവൈഡ് ബൈ ബിഗിനിങ് വാല്യൂ ഹോൾ റൈസ് ടു 1/n - 1. നമുക്ക് മ്യൂച്വൽ ഫണ്ടിന്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ് സിനാരിയോ നോക്കാം. സേ നമ്മൾ ഏതെങ്കിലും ഒരു മ്യൂച്വൽ ഫണ്ട് സ്കീമിലേക്ക് 1 lakh rupees ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്ന് കരുതുക. 5 വർഷം കഴിഞ്ഞിട്ട് അതിന്റെ മാർക്കറ്റ് വാല്യൂ 1.5 ലക്ഷം രൂപ ഉണ്ട് എങ്കിൽ എത്രയാണ് അതിന്റെ ആനുവലൈസ്ഡ് റിട്ടേൺ ആ ഒരു പർട്ടിക്കുലർ സ്കീം ജനറേറ്റ് ചെയ്യുന്നുള്ള കണ്ടുപിടിക്കാനായിട്ടാണ് ഈ CAGR ഫോർമുല അപ്ലൈ ചെയ്യുന്നത്. സോ നമുക്ക് ഇവിടെ ഇൻപുട്ട് ചെയ്യാനായിട്ട് 2 ഡേറ്റാ പോയിന്റ് അവൈലബിൾ ആണ്. ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് അല്ലെങ്കിൽ ഇനിഷ്യൽ എമൗണ്ട് ഉണ്ട്, അല്ലെങ്കിൽ ബിഗിനിങ് എമൗണ്ട് ഉണ്ട്, അല്ലെങ്കിൽ ബിഗിനിങ് വാല്യൂ ഉണ്ട്. മാർക്കറ്റ് വാല്യൂ ആഫ്റ്റർ 5 years അഥവാ എൻഡിങ് വാല്യൂ ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ഈ ഫോർമുലയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. സേ എൻഡിങ് വാല്യൂ 1.5 lakh ഡിവൈഡ് ബൈ 1 lakh all raised to 1 divided by n number of years, അതായത് 5 years minus 1. അപ്പോൾ നമുക്ക് കിട്ടി 8.45%. ഇതാണ് അതിന്റെ ആനുവലൈസ് റിട്ടേൺ ആ പർട്ടിക്കുലർ സ്കീം ജനറേറ്റ് ചെയ്തു. 1 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപ ആവാൻ 5 വർഷം കൊണ്ട് 8.45% ആനുവലൈസ് റിട്ടേൺ അത് ആ സ്കീം ജനറേറ്റ് ചെയ്തു. ഇനി അത് ക്രോസ് ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഫ്യൂച്ചർ വാല്യൂ 1 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപ ഫ്യൂച്ചർ വാല്യൂ എന്ന് പറയുന്നത് 1.5 ലക്ഷമാണ് അല്ലെ. അപ്പൊ ഈ 1.5 ലക്ഷം ഈ 8.45% കൊണ്ട് കിട്ടുമോ എന്ന് നോക്കാം. അതിന് ഫ്യൂച്ചർ വാല്യൂ, അപ്പൊ ഫ്യൂച്ചർ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്താണ്? പ്രസന്റ് വാല്യൂ ഇൻറ്റു 1 പ്ലസ് റേറ്റ് ഓഫ് റിട്ടേൺ 8.45% all raised to 5 years അല്ലെ, നമ്പർ ഓഫ് ഇയേഴ്സ്. 1.5 lakh കിട്ടി. ഇതിന്റെ അകത്ത് 20 rupees ഡിഫറൻസ് വരുന്നത് തീർച്ചയായിട്ടും എന്തുകൊണ്ടാണ്? ഡെസിമൽ പ്ലേസസ് ആണ്. സോറി 8.4471 കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടി. സോ ചുരുക്കത്തിൽ CAGR എന്നാൽ ഒരു സിംഗിൾ ഇൻവെസ്റ്റ്മെന്റ് ആണ് ചെയ്യുന്നത് അല്ലെങ്കിൽ വൺ ടൈം ആണ് ചെയ്യുന്നതെങ്കിൽ ഓവർ എ പീരീഡ് കൊണ്ട് ആ ഇൻവെസ്റ്റ്മെന്റ് വാല്യൂ എത്രയോ അത് വെച്ചുകൊണ്ട് അതിന്റെ ആ സ്കീം ആ ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ ആനുവലൈസ്ഡ് റിട്ടേൺ പെർസെന്റേജ് ടേംസിൽ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടാണ് CAGR ഫോർമുല ഉപയോഗിക്കുന്നത്. നൗ IRR എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമാണ്. ആനുവലൈസ്ഡ് റിട്ടേൺ തന്നെയാണ് അവിടെയും കമ്പ്യൂട്ട് ചെയ്യുന്നത്. പക്ഷേ അവിടെ മൾട്ടിപ്പിൾ ക്യാഷ് ഫ്ലോ ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ആനുവലൈസ്ഡ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ് IRR എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് മ്യൂച്വൽ ഫണ്ടിലെ SIP. നമ്മൾ SIPയിൽ എല്ലാ മാസവും ഒരു നിശ്ചിത എമൗണ്ട് ഒരു പർട്ടിക്കുലർ ഡേറ്റിലാണ് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പോകുന്നത് അല്ലെ. സോ ഓവർ എ പീരീഡ് കഴിയുമ്പോൾ ഇതിന്റെ ആനുവലൈസ്ഡ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നാൽ അത് പ്രാക്ടിക്കലേ അല്ല. കാരണം ഒരു വർഷം കഴിയുമ്പോൾ നമ്മൾ SIPയിൽ 10,000 rupees ആണ് മന്ത്ലി ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് മന്ത് നമ്മൾ 10,000 ഇട്ടു. ഒരു വർഷം കൊണ്ട് 1,20,000 10,000 into 12 ഇൻവെസ്റ്റ് ചെയ്തു. പക്ഷെ ഈ 1.2 lakhs ലാസ്റ്റ് 12ാമത്തെ മാസവുമാണ് 10,000 ഇട്ടത്.
11ാമത്തെ മാസമാണ് 10,000 ഇട്ടത്. അങ്ങനെ എല്ലാ മാസവും അല്ലെ മൾട്ടിപ്പിൾ ക്യാഷ് ഫ്ലോ ഉണ്ടാവുമ്പോൾ എങ്ങനെയാണ് ഇതിന്റെ ആനുവലൈസ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇതുപോലെ ഒരു ഫോർമുല എൻട്രി ചെയ്ത് പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. അതിന് നമുക്ക് ഈസി ആയിട്ട് എക്സൽ തന്നെ അതിന് കാൽക്കുലേറ്റ് ചെയ്യാം. IRR ഫോർമുല വളരെ വളരെ സിമ്പിൾ ആണ്. എക്സലിൽ ഇതിനൊരു ഫംഗ്ഷൻ ഉണ്ട്, XIRR എന്നാണ് പറയുന്നത്. അതിൻ്റെ അകത്ത് ഈ XIRRഉം IRRഉം പലരും കൺഫ്യൂസ്ഡ് ആയി പോകുന്നതാണ്. ഇതിൻ്റെ അകത്ത് യാതൊരു ഡിഫറൻസും ഇല്ല. IRR ആണ് അതിന്റെ ഒറിജിനൽ അക്കാഡമിക് ആയിട്ടുള്ള ടേം എന്ന് പറയുന്നത്. IRR ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ ആണ്, അഥവാ മൾട്ടിപ്പിൾ ക്യാഷ് ഫ്ലോ. ഇതിനകത്ത് ഇൻവെസ്റ്റ്മെന്റ് മാത്രം, ഇതിനകത്ത് വിഡ്രോവൽ ഉണ്ടെങ്കിലും ഇതേ ഫോർമുല തന്നെയാണ്. നല്ല കറക്റ്റ് ആയിട്ട് നമുക്ക് അതിന്റെ ആനുവലൈസ് റിട്ടേൺ ഈസി ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇതിന്റെ എക്സൽ വേർഷൻ ആണ്, അഥവാ മൈക്രോസോഫ്റ്റ് ഒരു ഫംഗ്ഷൻ കണ്ടുപിടിച്ചപ്പോൾ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം ചെയ്തപ്പോൾ അതിന് കൊടുത്തൊരു പേരാണ്, അതിനെ ആഡ് ചെയ്തതാണ് എക്സ് എന്ന് പറയുന്നത്. X for എക്സൽ അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന് വിചാരിച്ചാൽ മതി. സോ XIRR ഫോർമുലയാണ് അതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത്. നമുക്ക് അതിനും ഒരു ഇലിസ്ട്രേഷൻ കണ്ടു നോക്കാം. സോ ഇവിടെ ഒരു മ്യൂച്വൽ ഫണ്ട് SIP തന്നെ ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ ആയിട്ട് എടുത്തിരിക്കുകയാണ്. എല്ലാ മാസവും 10-ാം തീയതിയാണ് എന്റെ ഒരു അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു SIP എമൗണ്ട് പോകുന്നത് എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഡേറ്റ് കൊടുത്തിരിക്കുന്നത് എന്ന് വിചാരിക്കുക. എല്ലാ മാസവും കൃത്യമായിട്ട് 10-ാം തീയതി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് 10,000 റുപ്പീസ് പോകുന്നുണ്ട് അല്ലെങ്കിൽ ഡെബിറ്റ് ആവുന്നുണ്ട്. 31st അത് 10th ഡിസംബർ വരെ പോയി, അഥവാ 12 മാസം അത് അക്കൗണ്ടിൽ നിന്ന് പോയി അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് നടന്നു. 31 ഡിസംബർ 2020 1.3 ലാഖ് ആണ് അതിന്റെ ഇൻവെസ്റ്റ്മെന്റ് വാല്യൂ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്താണ് ഇതിന്റെ അകത്ത് IRR അഥവാ ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ അഥവാ ആനുവലൈസ് റിട്ടേൺ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇതിന് വളരെ സിമ്പിൾ ആണ്. ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഇതിന്റെ അകത്ത് XIRR ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അതിന്റെ അകത്ത് നമുക്ക് കാണാം വാല്യൂസ്. ഈ വാല്യൂസ് എന്ന് പറയുന്നത് നമ്മളുടെ ക്യാഷ് ഫ്ലോ ആണ്. ഇത് മുഴുവൻ സെലക്ട് ചെയ്യുക, കോമ ഇടുക, അതിനുശേഷം ഡേറ്റ്സ് എല്ലാം സെലക്ട് ചെയ്യുക, അതിനുശേഷം കോമ ഇടുക, പിന്നെ ഒരു വാല്യൂ ഗസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏത് വാല്യൂ ആണെങ്കിലും കൊടുക്കുക. 0 കൊടുത്താലും 5 കൊടുത്താലും 10 കൊടുത്താലും എല്ലാം അതിൻ്റെ അകത്ത് നോ ചേഞ്ച്. ഇത് പെർസെൻറ്റേജ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 16.53% ആണ് ഇതിന്റെ ആനുവലൈസ്ഡ് റിട്ടേൺ. ഈ SIP ഇതുവരെയായിട്ട് ഈ 12 മാസം കൊണ്ട് ജനറേറ്റ് ചെയ്തു എന്ന് നോക്കും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഫോർമുല അല്ലെങ്കിൽ എക്സൽ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ ഫീൽഡ് എല്ലാം നമ്മളുടെ എപ്പോഴും ഒരു ഔട്ട്ഫ്ലോ ആണെങ്കിൽ, അഥവാ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ അതെല്ലാം നമ്മൾ നെഗറ്റീവ് ആയിട്ടേ ഉള്ളൂ അല്ലെങ്കിൽ മൈനസ് ആയിട്ടേ ഉള്ളൂ കാണിക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ പോസിറ്റീവ് ആയിട്ടുള്ള എല്ലാം ഇൻവെസ്റ്റ്മെന്റ് വാല്യൂ ആണെങ്കിലും അതിനകത്തൊരു ഇന്ററിം വിഡ്രോവൽ നമ്മൾ ചെയ്താലും, ഇടയ്ക്ക് ഒരു 10,000 നമ്മൾ വിഡ്രോ ചെയ്താലും ആ ഡേറ്റും അത് പ്ലസ് ആയിട്ടും കാണിക്കുക. ഔട്ട്ഫ്ലോ എല്ലാം തന്നെ നെഗറ്റീവ് ആയിട്ട് വേണം കാണിക്കാനായിട്ട്. ഇത് വളരെ സിമ്പിൾ ആണ്, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിനകത്ത് തന്നെ ഫോർമുല കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഒന്നുകൂടെ പറയുന്നു, XIRR ക്യാഷ് ഫ്ലോ ആദ്യം സെലക്ട് ചെയ്യുക, കോമ, അതുപോലെ തന്നെ ഡേറ്റ്സ് ആ ഫീൽഡ് മുഴുവൻ സെലക്ട് ചെയ്യുക, കോമ 0 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. അതിനുശേഷം ആ പെർസെൻറ്റേജും കൂടെ ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് ആനുവലൈസ് റിട്ടേൺ കണ്ടുപിടിച്ചു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫോർമുലയാണ്. ഇതൊക്കെ വളരെ മ്യൂച്വൽ ഫണ്ടിന്റെ SIPയിൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഫാക്ട് ഷീറ്റ് പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഏത് AMCയുടെ ആണെങ്കിലും ഫാക്ട് ഷീറ്റിൽ ഈ XIRR കാൽക്കുലേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. അവർ ബ്രാക്കറ്റിൽ അതിനകത്ത് പറഞ്ഞിട്ടുമുണ്ട് ദിസ് ഈസ് ബേസ്ഡ് ഓൺ XIRR കാൽക്കുലേഷൻ എന്നുള്ളത്. സോ ഇതെല്ലാം വളരെ സിമ്പിൾ ആയിട്ടുള്ള കാൽക്കുലേഷൻ ആണ്. ആർക്കെങ്കിലും കൺഫ്യൂഷൻ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്നുകൂടെ കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു നല്ല ക്ലാരിറ്റി കിട്ടും. അടുത്ത സെഗ്മെന്റിൽ വീണ്ടും കാണാം. താങ്ക് യു ഓൾ. Please like, share and subscribe.